ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ അടിമുടി കുടഞ്ഞു ഇന്ന് ഹൈക്കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെങ്കിൽ ബോർഡിന്റെ പണി എന്തെന്ന് കോടതി ചോദിച്ചു. സ്വത്ത് സംരക്ഷിക്കേണ്ടിയിരുന്ന പത്മകുമാർ അത് ചെയ്തിട്ടില്ലെന്നും കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചു. കേസിൽ പ്രതി ചേർത്തവർ ആശുപത്രിയിൽ പോയി കിടക്കുന്നത് എന്തിനെന്നും ശങ്കർദാസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കോടതി വിമർശനം ഉന്നയിച്ചു. പോറ്റി എന്ന ചെറിയ ഇരയെ ഇട്ട് വലിയ മീനിനെ പിടിക്കാനാണ് പ്രതികൾ ശ്രമിച്ചതെന്നുകൂടി കോടതി ഇന്ന് നിരീക്ഷിച്ചു. വിശദമായൊരു റിപ്പോർട്ടിലേക്ക്. കേസിലെ പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ മുരാരി ബാബു, ജ്വല്ലറി വ്യാപാരി ഗോവർദ്ധനൻ എന്നിവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ദേവസ്വം ബോർഡിനെ നിർത്തിപ്പൊരിച്ചത്. ദേവസ്വം സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അത് ചെയ്തില്ല. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽനോട്ടത്തിന് വിട്ടു. ദേവസ്വം ബോർഡിന് പിന്നെ എന്താണ് പണിയെന്ന് കോടതി ചോദിച്ചു. ഉത്തരവാദിത്തമില്ലാതെയാണ് പത്മകുമാർ പെരുമാറിയതെന്നും കോടതി നിരീക്ഷിച്ചു. 50-ലധികം ദിവസമായി ജയിലിൽ കഴിയുന്ന പത്മകുമാർ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്ന് പ്രതിരോധമുയർത്തി പ്രതിഭാഗം ജാമ്യം തേടിയെങ്കിലും കോടതി നിരസിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ചെറിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കാൻ പ്രതികൾ ശ്രമിച്ചെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഗോവർദ്ധൻ അയ്യപ്പ ഭഗവാന്റെ കടുത്ത ആരാധകനാണെന്നും വർഷങ്ങളായി ക്ഷേത്രത്തിന് വിവിധ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ വാദിച്ചു. SIT മുൻപ് പിടിച്ചെടുത്ത സ്വർണം ഉൾപ്പെടെ ശബരിമല ക്ഷേത്രത്തിന് അദ്ദേഹം നൽകിയ ആകെ സംഭാവനകൾ 1.4 കോടി രൂപയിൽ അധികമാണെന്നായിരുന്നു വാദം. പിന്നാലെയാണ് ആശുപത്രിയിൽ കഴിയുന്ന കേസിലെ പ്രതിയും ബോർഡ് മുൻ മെമ്പറുമായ ശങ്കരദാസിനുള്ള കോടതിയുടെ പ്രഹരം. കേസെടുത്താൽ ചിലർ ആശുപത്രിയിൽ പോയി കിടക്കുകയാണെന്നും ഇങ്ങനെയാണോ കേസിനോട് സഹകരിക്കുന്നതെന്നും കോടതി ചോദിച്ചു. മകൻ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ ഇത്തരത്തിൽ പെരുമാറുന്നതെന്നും എന്തൊക്കെ അസംബന്ധങ്ങളാണ് കാണിച്ചു കൂട്ടുന്നതെന്നും കോടതി രോഷം പ്രകടിപ്പിച്ചു. കൊല്ലം സെഷൻസ് കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ശങ്കരദാസ് അബോധാവസ്ഥയിലാണെന്ന് അഭിഭാഷകൻ അറിയിച്ചിരുന്നു. മെഡിക്കൽ രേഖകൾ സെഷൻസ് കോടതി ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഹൈക്കോടതിയുടെ വിമർശനമുണ്ടായത്. പ്രതികളുടെ ജാമ്യഹർജികളിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റി. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനായി നിയമം നിർമ്മിക്കാൻ സംസ്ഥാനത്തോട് ശുപാർശ ചെയ്യാൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് കോടതി വാക്കാൽ നിർദ്ദേശിച്ചു. ഉത്തരവാദിത്വം ലംഘിക്കുന്നതിനുള്ള ശിക്ഷാവ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.